അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. പിള്ളേർ രണ്ടുപേരും വീട്ടിലുണ്ട്. ഇന്ന് തൈപ്പൂയമാണ്, അതിന്റെ ഘോഷയാത്ര പോകുന്നുണ്ട്. അതിന്റെ സൈഡിലായിട്ട് ഇവിടെ അടിയും നടക്കുന്നു. ഇവരുടെ തല്ലിന് ഒഴിവാക്കാൻ ഒരു റഫറിയെ തന്നെ വെക്കേണ്ട അവസ്ഥയാണ്. ഇന്ന് രണ്ടുപേരെയും കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അതിന് മുമ്പായിട്ട് ദോശയൊക്കെ കഴിച്ചത് ആ ഒരു ചീരത്തോളം വെച്ചിട്ട് പോകാം. പിള്ളേർ അപ്പുറത്ത് ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ജോലി ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ച് റെഡി ആവണമെന്നാണ് പറഞ്ഞത്. എവിടെ ഞാൻ ചെന്നാലും അവത്തങ്ങൾ ഫുഡ് കഴിച്ചിട്ട് എണീക്കത്തില്ല. ഞാൻ വേഗം പോയി പറക്കി കെട്ടട്ടെ, അവത്തങ്ങളെ കുളിച്ച് റെഡിയാക്കി കൊണ്ടുപോകണം. അല്ലെ ഡോക്ടർ പാട്ടിന് പോകും. ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ, വേഗം പോകാം നമുക്ക്. കഴിഞ്ഞ ദിവസം മോൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് അവൻ്റെ കണ്ണിന് ചെറിയൊരു ചുമപ്പ് കളറുണ്ട്, അത് കാണിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ ഘോഷയാത്ര. നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെന്നേ, അത് കാരണം കാറിൽ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചു ഭഗവാൻ. പെട്രോൾ ഇല്ല പിള്ളേരെ, പെട്രോൾ അടിച്ചിട്ട് പോകാം. അല്ലേട്ടിൻ്റെ ഒരു സ്വഭാവമാണ് പെട്രോൾ തീർത്ത് കൊണ്ടിടുക. പിന്നെ ഞാൻ പോകുമ്പോൾ അടിച്ചു. ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. എന്ത് ചൂടാണ്, ഇപ്പോൾ തന്നെ 1:45. ഇനി വീട്ടിൽ ചെന്ന് ബാക്കി കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വഴിയിൽ അൽഫോൺസാമയുടെ പള്ളിയുണ്ട്, അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അടിപൊളി ഫുഡാണ്. അവിടെ കയറി നന്നായിട്ട് തട്ടി കൂട്ടത്തിൽ അല്ലേട്ടിനോട് ഒരു പാഴ്സൽ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ വിജയകരമായി ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നമുക്ക് അൽഫോൺസാമയുടെ പള്ളിയിലൂടെ കയറിയിട്ട് പോകാമേ. നിങ്ങൾ ആരെങ്കിലും അൽഫോൺസാമയുടെ പള്ളി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ പള്ളി ഭരണങ്ങാനത്താണ്, നമ്മൾ താമസിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്താണ്. ഇപ്പം നട്ടപ്പുറം വെയിലായത് കാരണം ഒട്ടും പറ്റുന്നില്ല. സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെ വന്നാൽ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. ഇനിയും നമ്മളിവിടെ നിന്നാൽ നമ്മൾ കരിക്കട്ടയായി പോകും. അത് കാരണം നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം. പള്ളിയിൽ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇനി നമുക്ക് നേരെ ഓടി കാറിൽ കയറാം. എന്തോ വെയിലാണെന്നറിയാമോ, പിള്ളേരൊക്കെ ഒരുപാട് ക്ഷീണിച്ചു പോയി. ഇനിയും നമുക്ക് വീട്ടിൽ പോയി മരുന്നൊക്കെ പിള്ളേർക്ക് കൊടുക്കണം. ഒരു കൊട്ടം മരുന്നുണ്ട്. ഇതൊക്കെ ഈ കൊച്ചുങ്ങൾ കഴിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷം. ഇത് അവൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ. ഇങ്ങനെ പല സാധനങ്ങൾ വെച്ച് ഇവൻ വീട്ടിൽ ഇരിക്കുമ്പോൾ പല കണ്ടുപിടുത്തങ്ങളും നടത്താറുണ്ട്.